പപ്പായെ, നീ ഇപ്പോൾ വലുതായി. ഇനി പെട്ടെന്ന് തന്നെ നീ താഴേക്കും വീഴും. അതെ, ഞാൻ താഴെ വീഴാൻ പോകുക. കാട്ടിലെ മൃഗങ്ങൾ കാണാതെ ഞാൻ ജീവിക്കണം. ഞാനൊരു മാന്ത്രിക പപ്പായയല്ലേ. അത്യാഗ്രഹമുള്ള ഏതെങ്കിലും മൃഗം കൊണ്ടുപോയാൽ അതെന്നോട് എന്തൊക്കെ ചോദിക്കുമെന്നേ അറിയില്ല. അയ്യോ, നീ ഒന്നും മിണ്ടണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു മൃഗത്തിനും നിന്നെക്കുറിച്ചുള്ള സത്യം മനസ്സിലാവുകയേയില്ല. ആ, ഈ ഐഡിയ കൊള്ളാം. ആഹാ, ഇന്നത്തെ ഭക്ഷണം കിട്ടിയല്ലോ. അത് കണ്ട മിട്ടു താഴേക്കിറങ്ങി വന്നു. പപ്പായയെ കണ്ടതും 2 കൊത്തുകൊത്തി അത് സന്തോഷത്തോടെ കഴിക്കാനും തുടങ്ങി. ആഹാ, നല്ല രുചിയുള്ളൊരു പപ്പായ പഴം. നല്ല രുചിയുണ്ട്. കുറച്ച് വെള്ളം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി. അത് കണ്ടത് മീട്ടു അത്ഭുതപ്പെട്ടു. അങ്ങനെ അതിന്റെ മുൻപിൽ ഒരു വെള്ളം നിറഞ്ഞ കുടവും വന്നു. അയ്യോ, ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ ചോദിച്ചതും പപ്പായപ്പഴം തിളങ്ങുന്നു. അപ്പോൾ വെള്ളവും ഇവിടെ വന്നു. ഇത് മാന്ത്രിക പപ്പായപ്പഴമാണോ? ആ, നീ പറഞ്ഞത് ശരിയാണ്. ആ, കൊള്ളാമല്ലോ. നീ സംസാരിക്കുമോ? അതേ മീട്ടു, ഞാനൊരു മാന്ത്രിക പപ്പായയാ. ആരെങ്കിലും എന്നെ ഒരു കടി കടിച്ച് അവരുടെ ആഗ്രഹം ചോദിച്ചാൽ അവരുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിന്നിൽ ബാക്കിയൊന്നും കാണില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഒരാളുടെ 3 ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പൂർണ്ണമായും വളരും. അതിനുശേഷം ഞാൻ ഒരിക്കലും അവരുടെ അടിമയാവുകയില്ല. ആ, ശരി ശരി. എന്റെ 2ാമത്തെ ആഗ്രഹം, നിനക്ക് ഇനി മുതൽ കാറ്റിൽ പറന്നു പോകാൻ പറ്റും. അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ പറക്കാൻ തുടങ്ങി. നിനക്ക് ഒരുപാട് നന്ദി മീട്ടു. ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. അന്നു മുതൽ അവർ 2 പേരും ഒരുമിച്ച് തന്നെ കറങ്ങി നടന്നു. അന്നു മുതൽ മീട്ടു ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഒരുപാട് സഹായിച്ചു. ഏത് മൃഗം എന്ത് ചോദിക്കുന്നുവോ അത് കൊണ്ടുവന്ന് അവർക്കത് കൊടുക്കും. ഈ കാര്യം കാട്ടിലെല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഈ കാര്യം മീക്കു പൂച്ചയുടെ ചെവിയിലും എത്തി. ഈ കുസൃതിക്കാരനായ പൂച്ച എന്താണ് സംഭവമെന്നറിയാൻ മീട്ടുവിന്റെ അടുത്തേക്ക് പോയി. അയ്യോ, എന്നെ ആരെങ്കിലും സഹായിക്കൂ. മീട്ടു, നീ എവിടെയാ ഉള്ളത്? എന്ത് പറ്റി മീക്കു? നീ എന്തിനാ ഇങ്ങനെ അലറുന്നത്? മീട്ടു, എനിക്ക് നന്നായിട്ട് നെഞ്ചുവേദന എടുക്കുന്നു. നീ ഇപ്പോൾ തന്നെ പോയി ആ കറുപ്പ് മലയിലുള്ള പൂവ് പറിച്ചുകൊണ്ട് വരാമോ? അത് കഴിച്ചാൽ എല്ലാ വേദനയും വേഗം അകന്നു പോകും. അത് അങ്ങനെ പറയുന്നത് കേട്ട് മീട്ടുവിന് ഒരുപാട് സങ്കടം തോന്നി. നീ ഇവിടെ തന്നെ നിൽക്ക് ചങ്ങാതി, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് മീട്ടു അതിന്റെ വീട്ടിലേക്ക് പോയി. ആ കുസൃതിക്കാരൻ പൂച്ച എന്താണ് സംഭവമെന്നറിയാൻ പിന്നാലെ പോയി. മീട്ടു പപ്പായയിൽ ഒരു കൊത്തുകൊത്തി ഇങ്ങനെ പറഞ്ഞു. മാന്ത്രിക പപ്പായെ, കറുപ്പ് മലയിലുള്ള ആ നീലപ്പൂ എനിക്കിപ്പോൾ വേണം. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ മുൻപിൽ പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. ആ പൂച്ചയും അകത്തേക്ക് വന്നു. എടാ മീക്കു, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാനിപ്പോൾ എല്ലാം കണ്ടു. അതങ്ങനെ പറഞ്ഞ് വേഗത്തിൽ പോയി ആ പപ്പായ കഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. മാന്ത്രിക പപ്പായെ, ഇനി ഞാൻ പറയുന്നതേ നീ കേൾക്കാൻ പാടുള്ളൂ. എന്റെ കൂടെ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിലേക്ക് വാ. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായയും ജ്വലിക്കാൻ തുടങ്ങി. അത് കാറ്റിലും പറന്നു. മീക്കു, നീ ചെയ്യുന്നത് തെറ്റാണ്. പപ്പായ ചങ്ങാതി, നീ ഇവന്റെ കൂടെ പോകരുത്. ഇവനിപ്പോൾ എന്നെ കഴിച്ച് അവന്റെ ഒരു ആഗ്രഹം ചോദിച്ചു. ഞാൻ അവന്റെ ആഗ്രഹം നിറവേറ്റിയേ പറ്റൂ. മീട്ടു, ആരോടെങ്കിലും നീ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പപ്പായയുടെ കഥ ഞാൻ തീർക്കും. അങ്ങനെ മീക്കുപൂച്ച അവിടെ നിന്നും പോയി.
അതുപോലെ ആ പപ്പായയും വിഷമത്തോടെ അതിന്റെ പിന്നാലെ പോയി. ഈ മീക്കുവിന് എന്ത് ചെയ്യുമെന്നേ അറിയില്ലല്ലോ. മാന്ത്രിക പപ്പായെ, ഇന്ന് ബാലു വേട്ടയാടിയ വേട്ട അവിടെ നിന്നും മായാജലമാക്കി ഇപ്പോൾ തന്നെ എന്റെ മുൻപിലേക്ക് കൊണ്ടുവാ. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജോലിക്കാൻ തുടങ്ങി. ഇന്ന് വളരെ വലിയ ഫ്രഷായ വേട്ടയാ കിട്ടിയത്. ഞാനിന്ന് സന്തോഷത്തിലാണ്. അങ്ങനെ പറഞ്ഞ് അത് വേട്ടയാടിയ മൃഗത്തിനെ കഴിക്കാൻ പോകുന്നതിന് മുൻപ് ആ മൃഗം അവിടെ നിന്നും മാഞ്ഞുപോയി. ഇപ്പോൾ അത് മീക്ക് പൂച്ചയുടെ മുൻപിലും എത്തി. കൊള്ളാമല്ലോ, എന്ത് ഫ്രഷ് ആയിട്ടുള്ള മാംസമാ. അങ്ങനെ പറഞ്ഞ് പൂച്ച അതിനെ തിന്നാൻ തുടങ്ങി. അടുത്ത ദിവസവും മീക്കു പറഞ്ഞു, മാന്ത്രിക പപ്പായെ, ഇന്ന് ബഗീര വേട്ടയാടിയ ആ വേട്ട എന്റെ മുൻപിൽ എത്തിച്ചേരണം. അത് അങ്ങനെ പറഞ്ഞ ഉടനെ ബഗീര അതിന്റെ ഗുഹയിൽ വെച്ചിരുന്ന മാംസവും കാണാതെ പോയി. ഇതെങ്ങനെ സാധ്യമാകും? എന്റെ വേട്ട പെട്ടെന്ന് എവിടെ പോയി? വാവ്, ഈ മാംസം ഇന്നലത്തെ മാംസത്തിനേക്കാൾ സൂപ്പറാണ്. അങ്ങനെ പറഞ്ഞ് ആ മാംസം അത് കഴിക്കാൻ തുടങ്ങി. ഇന്ന് ആ പൂച്ച എങ്ങനെ ചിന്തിച്ചെന്നാൽ, ഇന്ന് സിംഹരാജാവ് വേട്ടയാടിയ ആ മാംസം എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിച്ച് അത് പപ്പായയോടും പറഞ്ഞു. എന്നാൽ ഷേർഖാൻ അന്ന് ഒരു പോത്തിനെയാണ് വേട്ടയാടിയത്. അത് അവന്റെ ഗുഹയിലും വച്ചിരുന്നു. എന്നാൽ അതും പെട്ടെന്ന് മാഞ്ഞുപോയി. അത് മീട്ടുവിന്റെ മുൻപിലും പ്രത്യക്ഷപ്പെട്ടു. ഷേർഖാന്റെ ഭക്ഷണം ആരോ മോഷ്ടിച്ചെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം എല്ലാ മൃഗങ്ങളും സഭയിൽ ഹാജരാകണമെന്ന് ഷേർഖാൻ പറഞ്ഞു. നല്ല രുചിയുണ്ട്. സിംഹരാജാവിന്റെ വേട്ട വളരെ വലുതാണ്. ഇത് തന്നെ ഒരുപാട് നാളത്തേക്കിനുള്ളതുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് നന്നായി കിടന്നുറങ്ങി. വൈകുന്നേരം അത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ സ്ഥലത്തേക്ക് മീട്ടുവും വന്നു. മീട്ടു, നീ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഞാൻ എന്റെ ചങ്ങാതിയായ പപ്പായയെ കാണാൻ വന്നതാ. ഇപ്പോൾ അത് എന്റേതാണ്. നീ ഇനി ഇവിടെ വന്ന് ഇതിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടോ? മാന്ത്രിക പപ്പായെ, ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നീ റെഡിയാക്കിത്താ. മീക്കു പൂച്ചേ, നിന്റെ 3 ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ നിനക്കെന്നോട് ആജ്ഞാപിക്കാൻ പറ്റില്ല. നീ കള്ളം പറയുവാ. മീട്ടുവിന്റെ ഒരുപാട് ആഗ്രഹം നീ നിറവേറ്റിയിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തുകൊണ്ടാ 3? മീട്ടു ഒരു നല്ല പക്ഷിയാണ്. അവൻ എപ്പോഴും ജനങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി. എന്നാൽ നീ ഒരു അത്യാഗ്രഹിയാണ്. നീ എന്നെ മോഷ്ടിച്ചു. അതിന് ഏറ്റ ശിക്ഷയും ഞാനിപ്പോൾ നിനക്ക് തരാൻ പോകുന്നു. വാ മീട്ടു, സഭയ്ക്ക് പോകാൻ സമയമായി. ഇങ്ങനെ പറഞ്ഞ് പപ്പായയും മീട്ടും കാറ്റിൽ പറന്നുപോയി. അപ്പോൾ മീക്കു വന്ന ആ കുഞ്ഞു പൂച്ച അവരെ തടയാൻ വേണ്ടി പിന്നാലെ പോയി. സഭയും തുടങ്ങിയിരുന്നു. എല്ലാ മൃഗങ്ങളും ഷേർഖാന്റെ മുൻപിൽ ഹാജരായി. ഇന്ന് എന്റെ ഭക്ഷണവും മോഷണം പോയിരിക്കുന്നു. ഇങ്ങനെ മോഷ്ടിക്കുന്നത് അത് ആരാണ്? ആരെയും അറിയിക്കാതെ അവൻ മോഷ്ടിക്കുന്നു. മീട്ടുവും പപ്പായയും അവിടേക്ക് വന്നു. അതേസമയം ആ കുഞ്ഞു പൂച്ചയും അവരുടെ കൂടെ അവിടേക്ക് വന്നു. സിംഹരാജാവേ, താങ്കളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പപ്പായ എങ്ങനെ സംസാരിക്കുന്നു? സിംഹരാജാവേ, ഞാനൊരു മാന്ത്രിക പപ്പായയാ. ഇന്നുവരെ കാട്ടിൽ നടന്ന എല്ലാ മോഷണവും ഈ മീക്കുവാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് എന്ത് ധൈര്യമാണ് പൂച്ചേ? ഇല്ല സിംഹരാജാവേ, ഇവൻ കള്ളം പറയുന്നതാ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എല്ലാവരും ഇവന്റെ വീട്ടിലേക്ക് പോയി നോക്കൂ. അത് കേട്ട് എല്ലാ മൃഗങ്ങളും അതിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഷേർഖാൻ കണ്ടു. അദ്ദേഹം കഷ്ടപ്പെട്ട് വേട്ടയാടിയ മൃഗത്തിന്റെ മാംസം പൂച്ചയുടെ വീട്ടിലിരിക്കുന്നു. ഇന്നു മുതൽ 20 ദിവസങ്ങൾ വരെ കറുപ്പ് ഗുഹയിൽ നീ തടവനുഭവിക്കണം. ഷേർഖാൻ മീക്കു പൂച്ചയ്ക്ക് ശിക്ഷയും കൊടുത്ത്
പപ്പായയോട് ഇങ്ങനെ പറഞ്ഞു. പപ്പായേ, നീ ഇപ്പോൾ എവിടേക്ക് പോകും? വീണ്ടും അത്യാഗ്രഹമുള്ളവരുടെ കയ്യിലേക്ക് നീ പോയാൽ വീണ്ടും നിന്നെ മോശകാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യും. ഞാൻ മീട്ടുവിന്റെ കൂടെ പൊയ്ക്കോളാം. അതാണ് എനിക്ക് ഉചിതം. എപ്പോഴും ഇവന്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കാം. ഇത് കേട്ട് മീട്ടു ഒരുപാട് സന്തോഷിച്ചു. ശരി, വാ പപ്പായെ, വാ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പപ്പായ മീട്ടുവിന്റെ കൂടെ അതിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്നു മുതൽ പപ്പായ മീട്ടുവിന്റെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു.